ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ അവരുടെ സുഹൃത്തുക്കളെ കാണാനിടയാവുകയോ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരിക്കാം, ഏറ്റവും അടുത്തൊരു ബന്ധുവായിരിക്കും, ഇവരെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നൊരു വ്യക്തി നിങ്ങളെപ്പറ്റി അവരെന്തായിരിക്കും അവരോട് പറയുന്നുണ്ടാവുക എന്ന് നോക്കിയാലോ. ഹാമിറ്റ്, ഹൈ പ്രീസ്റ്റസ്, ശരി, ചാരിയറ്റ്, കിങ് ഓഫ് സ്വാർഡ്സ് ആയിക്കോട്ടെ, 4 ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് സോൾസ് 2 കാർഡ് കൂടി എടുക്കാം, 4 ഓഫ് കപ്സ് ആയിക്കോട്ടെ, 7 ഓഫ് വാൻഡ്സ്. രാവിലെ ഞാൻ വേറൊരു ഷോർട്സ് ചെയ്തതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇതിവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിലൊരു വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട്, ഒരു കുഞ്ഞു പിണക്കത്തിലാണ് എന്ന് കാണുന്നു, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്തോ ഒരു രീതിയിൽ. അവർക്ക് വല്ലാത്ത വിഷമമുണ്ട്, നിങ്ങളാണെങ്കിൽ ദേഷ്യത്തിലുമാണ്. നിങ്ങളിലുള്ള സ്ത്രീ, നിങ്ങളുടെ പേരിലുള്ള സ്ത്രീ ഉണ്ടല്ലോ, ഒരു ദേഷ്യത്തിലാണെന്ന് കാണുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നു എന്നവർ അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും കേട്ടോ. ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തണമെന്നാണ് ആഗ്രഹം എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ പിണക്കം കാരണം നിങ്ങൾ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ഇവർ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന ഒന്ന് ചെന്ന് അവരോട് സംസാരിക്കാമോ, കാര്യങ്ങൾ രമ്യതയിലെത്തണം, അവർ കമ്മിറ്റ്മെൻറ്റ് തരാൻ തയ്യാറാണ്, അവർക്ക് നിങ്ങൾ മാത്രം മതി ജീവിതത്തിൽ, നിങ്ങൾ ഒത്തിരി പുതിയ ബിഗിനിങ്ങിന് അവർ തയ്യാറാണ് എന്ന് അവർ നിങ്ങളെ അറിയിക്കാൻ അവരുടെ സുഹൃത്തിനെ അയക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. സുഹൃത്തിൻ്റെ അടുത്ത് അവരോട് ഒന്ന് പോയി സംസാരിക്കൂ. ഇനി അധികം ഡിലേ ഇല്ലാതെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം, ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു പ്രപ്പോസൽ, ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുമായിട്ട് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാണ് എന്ന് നിങ്ങളുടെ അടുത്ത് പറയാനാണ് അവർ ചട്ടം കെട്ടിയിരിക്കുന്നത് കേട്ടോ. ഒന്ന് എടുത്ത് ചാടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു തീരുമാനം അപ്പോഴേ പറയാതിരുന്നത്. പല കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്, പക്ഷേ ഇപ്പോൾ ആലോചിച്ച് ഒരു ക്ലാരിറ്റി കിട്ടി, അത് നിങ്ങളുടെ അടുത്ത് പറയണം, നിങ്ങൾ പിണങ്ങല്ലേ എന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അതേപോലെ നിങ്ങളെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, എല്ലാം അവർക്കറിയാം എന്ന് അതും കൂടി അവർ പറയുന്നുണ്ട് സുഹൃത്തിനോട് കേട്ടോ. നിങ്ങളോട് ഒരു മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ അവരെ ഒന്ന് കോൾ ചെയ്യണം എന്ന് പറയാനാണ് ഇവർ സുഹൃത്തിനെ അയക്കുന്നത്. നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ പേഴ്സണെ ബ്ലോക്ക് ചെയ്യുകയോ മറ്റോ ചെയ്ത് കാണും. അപ്പോൾ അവർ അതൊന്ന് മാറ്റിയിട്ട് അവരെ ഒന്ന് വിളിക്കുമോ എന്ന് ചോദിക്കാനാണ് സുഹൃത്തിനോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും, തടസ്സങ്ങൾ എന്ത് തന്നെ ആയാലും അതെല്ലാം മാറി ഒരു നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ വരും എന്ന് തന്നെ അവർ സുഹൃത്തുക്കൾ വഴി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് അവർ